ഹായ് ഓൾ വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മളൊരു ഓവറോൾ പവർ സിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് പവർ പ്ലാന്റ് ആണ് എന്ത്, സ്റ്റീം പവർ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ സ്റ്റീം പവർ പ്ലാന്റ് എന്താണ്, അവിടുത്തെ ജനറേഷൻ സ്റ്റേഷൻ എന്താണ്, നമ്മുടെ സ്റ്റീം, അതായത് മെയിൻലി ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ കോള്, അതായത് കോളാണ് അവിടുത്തെ എന്താണ് നമ്മുടെ സോഴ്സ്. ഓക്കെ, ആ കോളാണ് അവിടുത്തെ മെയിൻ സോഴ്സ്. ആ കോള് നമ്മൾ എന്ത് ചെയ്യുന്നു, കത്തിക്കുന്നു, ചൂടാക്കി കത്തിച്ച് എന്ത് ചെയ്യുന്നു, അതിന്റെ ഹീറ്റ് എനർജി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഓക്കെ, വാട്ടർ തിളപ്പിച്ച് ആ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്റ്റീം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ ഓവറോൾ ഒരു ഐഡിയ. ഓക്കെ, സ്റ്റീം പവർ പ്ലാന്റിന്റെ. അപ്പൊ ഈ സ്റ്റീം പവർ പ്ലാന്റ് ആണ് നമ്മുടെ അതൊരു തെർമൽ പവർ സ്റ്റേഷൻ അങ്ങനെയും പറയാം. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻലി നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ഈ സ്റ്റീം പവർ പ്ലാന്റ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീം പവർ കറന്റ്ലി കേട്ടോ, സ്റ്റീം പവർ പ്ലാന്റ് സ്റ്റേഷൻ ബേസിക്കലി വർക്ക് ഓൺ ദ റാങ്കിൻ സൈക്കിൾ. റാങ്കിൻ സൈക്കിളിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റീം പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്റ്റീം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുക ബോയിലർ വെച്ചിട്ട്. നമുക്കറിയാലോ ബോയിലർ പറഞ്ഞ എന്താണ്, നമുക്കറിയാം പണ്ടത്തെ ഈ സ്റ്റീം എഞ്ചിൻ ട്രെയിൻസ് ഒക്കെ അറിയാലോ. അതെന്താണ്, അത് നമ്മൾ കൽക്കരി കത്തിച്ച് വെള്ളം ചൂടാക്കി ആ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്റ്റീം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിനൊക്കെ ഓടിച്ച് നടന്നത്. അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെ. ഒരു ബോയിലർ ഉണ്ടാവും, ആ ബോയിലറിൽ എന്തുണ്ടാവും, വെള്ളം ഉണ്ടാവും. ആ ബോയിലറിൽ വെള്ളം നമ്മൾ തിളപ്പിക്കുകയാണ്, എന്ത് വെച്ച്, കോൾ വെച്ച് നമ്മൾ കത്തിക്കുകയാണ്. ഓക്കെ, അതായത് കോളിന് അത്രയും എനർജി അത്രയും ഹീറ്റ് എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കോൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് വേണിമാരോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ കോൾ യൂസ് ചെയ്യാൻ കാരണം കോളിന് അത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കാൻ പറ്റും കോളിന്. ഓക്കെ, അതാണ് കോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആ സ്റ്റീം ഉണ്ടാക്കിയ സ്റ്റീം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്റ്റീമിന്റെ ഒരു ആ സ്റ്റീമിന്റെ ഫോഴ്സ് കാരണം നമ്മൾ ടർബൈൻസ് കറക്കുന്നുണ്ട്. ആ ടർബൈൻസ് നമ്മൾ എന്ത് ഓൾട്ടർനേറ്റർ ആയത് നമ്മൾ ജനറേറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായത് മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ഓക്കെ, ഇതാണ് ഇതിന്റെ എന്ത്, സ്കീമാറ്റിക് ഡയഗ്രാം. ഈ ഡയഗ്രാം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇത് വളരെ സിമ്പിൾ ഡയഗ്രാം ആണ്. മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് കാണാതെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ആവശ്യം എന്താണ്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, കോൾ വേണം. അപ്പൊ ഈ കോൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് വരികയാണ്. ഓക്കെ, ഒരു ബോക്സ് ഉണ്ട്, അവിടെ കോൾ സ്റ്റോറേജ് ഉണ്ട്. കോൾ സ്റ്റോറേജ് പറഞ്ഞാൽ എന്താണ്, കോൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. അതായത് നമ്മുടെ കൽക്കരി സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ വീടാകുമ്പോൾ എല്ലാവരും അടുപ്പൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അടുപ്പിന്റെ അടിയിൽ എന്തുണ്ടാവും, വിറക് അടുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതാണ് അവിടെ ആ വിറകാണ് അവിടുത്തെ ഫ്യൂവൽ. അപ്പൊ വിറക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്റ്റോറേജ് സ്ഥലം വേണ്ട. അതുപോലെ കോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഒരു കോൾ സ്റ്റോറേജ് സ്ഥലം വേണം. ഓക്കെ, അതാണ് കോൾ സ്റ്റോറേജ്. പിന്നെ കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ്. എന്താണ് കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് നമ്മുടെ കോളൊക്കെ എന്താവും, വലിയ വലിയ പീസുകളായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ പൾവറൈസ്ഡ് ചെയ്യണം, അതായത് ചെറിയ ചെറിയ പീസാക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ചെറിയ ചെറിയ പീസാക്കി കൺവേർട്ട് ചെയ്ത്, നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ അടുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ മരത്തിന് നമ്മൾ വലിയ മരത്തടി കൊണ്ട് കയറ്റും, ഇല്ല ഇല്ല, എന്ത് ചെയ്യും, നമ്മൾ അതിനെ വെട്ടി മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി വൃത്തിയാക്കിയിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുക, കത്തിക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ എഫിഷ്യൻസി മാക്സിമം കിട്ടുക. അതിനു വേണ്ടി നമ്മൾ അതേപോലെ തന്നെ ആ ഒരു ഐഡിയ ഇവിടെ യൂസ് ചെയ്യുക. കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ കോളിന് എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ കോൾ കത്തിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബോയിലർ ആണ് ഞാൻ പറഞ്ഞു. ബോയിലർ പറഞ്ഞ ഒന്നുമില്ല, വലിയൊരു ടാങ്ക് ആണ്. ആ ടാങ്കിൽ എന്തുണ്ടാവും, വെള്ളം ഉണ്ടാവും. ആ ടാങ്കിൽ ആ ഒരു ബോയിലർ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റീം ഉണ്ടാക്കാൻ നമുക്ക് കത്തിക്കണ്ടേ. കത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കോൾ നേരെ അവിടേക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്തിട്ട് കത്തിക്കുന്നു. ഓക്കെ, പിന്നെ ബോയിലറൊക്കെയാണ് ഇത് പോയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്കറിയാം, നമുക്ക് ഇവിടെ തന്നെ നിർത്താം. അതായത് ബോയിലറിന് എന്ത് ചെയ്യാം, ബോയിലറിന് വരുന്ന ഈ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കോള് കത്തിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആഷ് ഉണ്ടാവും. ഓക്കെ, ആ ആഷ് നമുക്ക് എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ നേച്ചറിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്ക് കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്തിനാ, ആ ആഷ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതിനെ ഹാൻഡിൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഷ് സ്റ്റോറേജ്, അതായത് ആഷ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അറിയാം, വെണ്ണീർ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ഇതിനും എന്ത് ചെയ്യുന്നു, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, എന്നിട്ട് അത് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റേജ്. ഇനി ബോയിലർ എന്ന സംഭവം ഉണ്ടാവുക, ബോയിലർ ഉണ്ടാക്കുന്ന എന്താണ്, നിങ്ങൾ പറഞ്ഞേ, സ്റ്റീമാണ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഈ ബോയിലർ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, സ്റ്റീം ഉണ്ടാക്കുന്നുണ്ടോ, അതാണ് ഈ ലൈന്. അങ്ങനെ ഈ ബോയിലർ സ്റ്റീം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, സൂപ്പർ ഹീറ്റർ. ഓക്കെ,
ഈ സൂപ്പർ ഹീറ്റർ വേറെ ഒന്നുമില്ല. ഈ സൂപ്പർ ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വാട്ടർ കണ്ടന്റ് എന്താവും, കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ വാട്ടർ അത്രയും സ്റ്റീമിന് അത്രയും എഫിഷ്യൻസി കുറവാണ്, ആ സ്റ്റീമിന് അത്രയും എഫിഷ്യൻസി ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ എഫിഷ്യൻസി ഒന്നും കൂടി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഹീറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നും കൂടി ഹീറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഹീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സൂപ്പർ ഹീറ്റർ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സൂപ്പർ ഹീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റീമിന്റെ ഒരു പവറിന് കൂട്ടി ആ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, വാൾവ് വഴി. ഒരു വാൾവ് എന്തിനാണ് തുറക്കാൻ അടയ്ക്കാൻ വാൾവ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വാൾവ് വെച്ചിട്ടുണ്ട്. ആ വാൾവ് നേരെ പോകുന്നത് ടർബൈനിലാണ്. ഓക്കെ, സ്റ്റീം ടർബൈൻ എന്ന് പറയും. അപ്പൊ ആ ടർബൈൻ, നമ്മുടെ ആ ടർബൈനിൽ എന്ത് ചെയ്യും, കുറെ ബ്ലേഡ്സ് ഉണ്ടാവും. ഓക്കെ, ആ ബ്ലേഡ് വെച്ച് ആ ബ്ലേഡിൽ നമ്മൾ, ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അതായത് ടർബൈൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ടർബൈൻസ് ഉണ്ടാവുമല്ലോ. ആ ടർബൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പൈപ്പ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് സ്റ്റീം വരുന്ന സ്റ്റീം ഹിറ്റ് ചെയ്യും. ആ ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹിറ്റ് ചെയ്തിട്ട് അങ്ങനെ ടർബൈൻ കറങ്ങും. ഓക്കെ, അപ്പൊ ആ ടർബൈൻ കറങ്ങി പിന്നെ ആ ടർബൈൻ നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾട്ടർനേറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾട്ടർനേറ്റർ പറഞ്ഞ ഒന്നുമില്ല, നമ്മുടെ ജനറേറ്റർ. ഓക്കെ, ആ ജനറേറ്റർ ആണ് ഇതിന് മെയിൻ സാധനം. ഓക്കെ, ആ ജനറേറ്ററിന്റെ പ്രൈം മൂവർ ആണ് എന്ത്, ഈ ഓൾട്ടർനേറ്റർ. പ്രൈം മൂവർ പറഞ്ഞാൽ ഈ ഓൾട്ടർനേറ്ററിനെ കറക്കുന്ന ഒരു ഇതാണ് ടർബൈൻ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾട്ടർനേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓൾട്ടർനേറ്റർ നമ്മൾ ഒരു എക്സൈറ്റർ കൊടുത്തിട്ടുണ്ട്. എക്സൈറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ പറയാം. അത് ഒരു സിങ്ക്രോണസ് ജനറേറ്റർ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൈമർ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, DC സോഴ്സ് ആവശ്യമാണ്. അപ്പൊ അത് വേണം, എക്സൈറ്റർ വേണം. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എക്സൈറ്റർ വേണം. അങ്ങനെ ആ ഓൾട്ടർനേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, 3 ഫേസ് സപ്ലൈ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആ 3 ഫേസ് സപ്ലൈ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗ്രിഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റ് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഇത്രയും കാര്യങ്ങൾ മതി. ഓക്കെ, ബോയിലർ എന്ത് ചെയ്യുന്ന, വെള്ളം ഉണ്ടാവും. ഓക്കെ, വെള്ളം വേണം, വെള്ളം ഉണ്ടാവും. വെള്ളം തിളപ്പിച്ച് എന്ത് ചെയ്യും, സൂപ്പർ ഹീറ്റർ വഴി എന്ത് ചെയ്യും, അതിന്റെ ടെമ്പറേച്ചർ കൂട്ടി, ഹീറ്റ് എഫിഷ്യൻസി കൂട്ടി, സ്റ്റീം ഉണ്ടാവും. ആ സ്റ്റീം വഴി നമ്മൾ എന്ത് ചെയ്യും, ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത്, ടർബൈൻ ഓൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്ത്, അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഒരു സിസ്റ്റം മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ എഫിഷ്യൻസി കൂട്ടണം. ഓക്കെ, അത്രയും നമുക്ക് കുറെ വേസ്റ്റ് ഒന്നും, നമ്മുടെ എഫിഷ്യൻസി നമുക്ക് മാക്സിമം കൂട്ടി നമുക്ക് മാക്സിമം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണം. ഓക്കെ, കുറച്ച് കോൾ വെച്ച് നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം, ഇലക്ട്രിസിറ്റി എനർജി ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ വേണം. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ബോയിലറിന്ന് വരുന്ന ഈ സൂപ്പർ ഹീറ്റർ പറഞ്ഞ എന്താണ്, ഒരു ഹീറ്റ് കൂട്ടുന്ന സംഭവമാണല്ലോ. അതായത് നമ്മുടെ സ്റ്റീമിന്റെ വാട്ടർ കണ്ടന്റ് കുറയ്ക്കുന്ന ഒരു സെറ്റപ്പ് ആണല്ലോ സൂപ്പർ ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ സൂപ്പർ ഹീറ്ററിന് ഹീറ്റ് വേണ്ടേ. അപ്പൊ ആ ഹീറ്റ് യൂസ് ചെയ്യുന്ന നമ്മൾ എവിടെ നിന്നാണ്, എന്ത് വെച്ചിട്ടാണ്, ബോയിലർ. അതായത് ബോയിലറിന്ന് വരുന്ന പുക. ഓക്കെ, ബോയിലറിന്ന് വരുന്ന ആ ഒരു കോള് കത്തിച്ച പുക ഉണ്ടാവില്ലേ, ആ പുക വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹോട്ട് ഫ്ലൂ ഗ്യാസസ്, അതായത് ചൂട് ഗ്യാസ്, അതായത് പുക വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സൂപ്പർ ഹീറ്ററിന് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ, ഐഡിയ മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ ആ ഹീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വേസ്റ്റ് ആക്കി കളയുന്നില്ല. ആ ഹീറ്റ് എനർജി നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യാന്ന്, സൂപ്പർ ഹീറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാന്ന്. ഓക്കെ, അത് ആ സൂപ്പർ ഹീറ്ററിൽ നിന്നും വരുന്ന ബാക്കി വീണ്ടും ഹീറ്റ് എനർജി ഉണ്ടാവും. അപ്പൊ ആ ഹീറ്റ് എനർജി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമൈസർ. ഓക്കെ, എക്കണോമൈസർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ബോയിലർക്ക് എന്ത് വേണം, വെള്ളം വേണ്ടേ. ഓക്കെ, അപ്പൊ ഈ വെള്ളത്തിനെ, അതായത് നമുക്ക് ഇവിടേക്ക് പോയി നേരെ അതിൽ ടർബൈൻ, ഇതാണ് നമ്മുടെ റിവർ. ഓക്കെ, ഈ റിവറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം വേണം, ബോയിലർക്ക് വെള്ളം വേണമല്ലോ. ഈ റിവറത്തെ വെള്ളം പറഞ്ഞ എന്താവും, അതിന്റെ ടെമ്പറേച്ചർ എന്താണ്, കുറവാണ്. ഓക്കെ, അപ്പൊ ആ വെള്ളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാട്ടർ ട്രീറ്റ്മെന്റ് ചേമ്പർ പറഞ്ഞില്ല, നമ്മുടെ റിവറിൽ എന്തെങ്കിലും വേസ്റ്റ് പ്രൊഡക്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്ത് നല്ല പ്യൂർ വാട്ടർ ആക്കി വേണ്ടി നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫീഡ് വാട്ടർ പമ്പിലേക്ക് പോകുന്നുണ്ട്. ഫീഡ് വാട്ടർ പമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർ പമ്പാണ്, വെള്ളം പമ്പ് ചെയ്യണല്ലോ, അങ്ങനെ നമ്മൾ ഫീഡ് വാട്ടർ പമ്പ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ വെള്ളം നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ് വാട്ടർ ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിനൊന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടി, പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹീറ്റർ യൂസ് ചെയ്തൊക്കെയാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോ തണുത്ത വെള്ളം ചൂടാക്കുന്നതായിട്ടും എളുപ്പമല്ലേ, നമ്മൾ കുറച്ച് ചൂടുവെള്ളം പെട്ടെന്ന് ചൂടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ആ വെള്ളത്തിനൊന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റ് ചെയ്ത വെള്ളം നേരെ പോകുന്നത് എവിടേക്കാണ് നോക്കിയേ, എക്കണോമൈസറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായണോ, എക്കണോമൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. എക്കണോമൈസർ പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല വെള്ളത്തിന്റെ ടെമ്പറേച്ചറിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്കണോമൈസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അതായത് ബോയിലറിലേക്ക് വരുന്ന വെള്ളം ഓൾറെഡി ചൂടായിട്ടാവും വരുന്നുണ്ടാവുക. ഓക്കെ, അതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോള് മതി, കുറച്ച് കോള് വെച്ചാൽ മതി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം വെള്ളം ഓൾറെഡി ഹൈ ടെമ്പറേച്ചർ ആയിട്ട് തന്നെയാണ് ബോയിലറിലേക്ക് വരുന്നത്. അതുപോലെ വെള്ളം പെട്ടെന്ന് തിളയ്ക്കും. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി നമുക്ക് ഉണ്ടാക്കാം. പെട്ടെന്ന് സ്റ്റീം ഉണ്ടാവും, പെട്ടെന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിനാണ് എക്കണോമൈസർ എന്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്കണോമൈസർ ഒന്നുമില്ല, ടു പ്രീ ഹീറ്റ് ദ വാട്ടർ. ഓക്കെ, വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്കണോമൈസർ യൂസ് ചെയ്യുന്നത്. അവിടുന്ന് നമ്മൾ എന്ത് വരുന്നുണ്ട്, ഹോട്ട് ഫ്ലൂ ഗ്യാസസ് വരുന്നുണ്ട്. അതൊന്നും ബാക്കി വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആ ഹോട്ട് ഫ്ലൂ ഗ്യാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എയർ പ്രീ ഹീറ്റർ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബോയിലർ, അതായത് തീ കത്താൻ വേണ്ടി നമുക്ക് എന്ത് വേണം, എയർ വേണ്ടേ. അപ്പൊ എയർ, നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്ന എയർ ഒക്കെ ഉണ്ടാവും, മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ മഴയത്തുള്ള പോലുള്ള വേനൽക്കാലത്ത് ഓക്കെ, മഴയൊക്കെ ആകുമ്പോൾ എന്ത് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ആ ഒരു എഫിഷ്യൻസി, തെർമൽ എഫിഷ്യൻസി കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പൊ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ബോയിലറിൽ നിന്ന് വരുന്ന ഹോട്ട് ഫ്ലൂ ഗ്യാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എയറിനെ പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എയർ പ്രീ ഹീറ്റർ. അപ്പൊ എയറിന്റെ ടെമ്പറേച്ചർ കൂടി എന്ത് ചെയ്യും, ഹോട്ട് എയർ ആണ് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. ഹോട്ട് എയർ ആണ് നമ്മുടെ ഈ ബോയിലറിലേക്ക് വരുന്നത്. അങ്ങനെ അതിന് ഒരു ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാൻ ഉണ്ട്. അത് ഫാനാണ്, അതായത് ഒരു ഫാൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, നത്തിങ് ബട്ട് നമ്മുടെ ഫാനാണ്. ഓക്കെ, ആ ഫാന് പുറത്തെ എയർ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഊതി കൊടുക്കുമല്ലോ അടുപ്പിൽ, നമ്മളിങ്ങനെ കുടലൊക്കെ വെച്ച് ഊതാറില്ല, എന്തിനാ, നമുക്ക് തീ കെട്ട് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഇതിനും ഒരു ഫാൻ വെച്ച്, ഫാൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോട്ട് എയറിന് തള്ളുന്നത്. ഓക്കെ, അവിടുന്ന് വരുന്ന ആ ഒരു ബാക്കി ഹീറ്റിനെയാണ് നമ്മൾ എന്ത് ചിമ്മിനി വഴി പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾ നോക്കിയേ, ആ ഹീറ്റ് വെറുതെ പുറത്തേക്ക് പോവല്ല, അതിന് നമ്മൾ പലതരത്തിൽ പല സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, ആ ഹീറ്റിനെ പല സ്റ്റേജിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആദ്യം സൂപ്പർ ഹീറ്റർ, സ്റ്റീം സൂപ്പർ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ വെള്ളത്തിന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി എക്കണോമൈസർ, പിന്നെ നമ്മുടെ വരുന്ന ഇൻകമിങ് എയറിനെ കത്തിക്കാൻ വേണ്ടിയുള്ള എയറിനെ നമുക്ക് കൂട്ടാൻ വേണ്ടി എയർ പ്രീ ഹീറ്റർ. ഓക്കെ, അപ്പൊ എന്നിട്ടാണ് നമ്മുടെ ചിമ്മിനിലേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹീറ്റ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായില്ലേ. ഇനി നമ്മുടെ സ്റ്റീം ടർബൈൻ, ഇവിടേക്ക് പോവാം. ഇവിടെ നമ്മൾ ഫുൾ സെറ്റ് ആക്കി കഴിഞ്ഞു. ഇനി ടർബൈനിലേക്ക്, ടർബൈനിൽ നമ്മുടെ ഈ സ്റ്റീം ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഹിറ്റ് ചെയ്ത സ്റ്റീം അതിന്റെ എനർജി പോയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അത് ഡി എനർജൈസ്ഡ് ആയില്ലേ. ഓക്കെ, അപ്പൊ ആ ബാക്കി വരുന്ന ഒരു എക്സോസ്റ്റ് സ്റ്റീം ഉണ്ടാവുമല്ലോ. എക്സോസ്റ്റ് സ്റ്റീം അറിയാലോ നിങ്ങൾക്ക്, ബാക്കി വരുന്ന നമ്മുടെ ഒരു പാത്രം വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതൊരു പാത്രം അതിന്റെ മുകളിൽ അടപ്പ് വെച്ച് കഴിഞ്ഞാൽ ആവി തട്ടിയിട്ട് ആ സ്റ്റീം കൂളായിട്ട് ആ വെള്ളം അടിക്ക് നൊറ്റി പോവില്ലേ, അതായത് എക്സോസ്റ്റ് സ്റ്റീം ഉണ്ടാവുമല്ലോ. ആ എക്സോസ്റ്റ് സ്റ്റീം നമ്മൾ എന്ത് ചെയ്യുന്നു, അതും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്റ്റീമിനെ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്, കണ്ടൻസർ. ഓക്കെ, എക്സോസ്റ്റ് സ്റ്റീമിനെ എന്ത് ചെയ്യണം, നമ്മൾ വാട്ടർ ആക്കി കൺവേർട്ട് ചെയ്യണം, നമ്മൾ കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടൻസേഷൻ നമ്മുടെ പ്രോസസ് തന്നെ. ഓക്കെ, അപ്പൊ ആ കണ്ടൻസർ നമ്മൾ ആ ഒരു ഹീറ്റ് ട്രാൻസ്മിഷൻ, ആ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിവറുത്തെ വെള്ളം തന്നെ. ആ റിവറുത്തെ വെള്ളം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കണ്ടൻസർ വർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിവറിന്ന് നമ്മൾ വെള്ളം എടുത്ത് നേരെ കണ്ടൻസറിലേക്ക് പോകുന്നു, സോറി കൂളിംഗ് ടവറിലേക്ക് പോകുന്നു, അത് നേരെ പമ്പ് വെച്ച് കണ്ടൻസറിലേക്ക് പോകുന്നു. അതിങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ് ആണ്. അപ്പോൾ ആ സ്റ്റീമിനെ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ റിവറുത്തെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറിയാം, നമ്മളിപ്പോൾ ഒരു തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളത്തിലേക്ക് ഇറക്കി വെക്കില്ല, അതേപോലെ തന്നെ നമ്മൾ ചെയ്യണം, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുകയാണ്. ആ വരുന്ന എക്സോസ്റ്റ് സ്റ്റീം എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറായി മാറി. ആ വാട്ടർ ഒരു കണ്ടൻസേഷൻ എക്സ്ട്രാക്ഷൻ പമ്പ്, ഓക്കെ, ഒരു പമ്പ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും നമ്മുടെ ബോയിലറിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ബേസിക് വർക്കിംഗ്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കുന്ന എനർജി മാക്സിമം നമുക്ക് ഇലക്ട്രിസിറ്റി എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്കണോമൈസർ, സൂപ്പർ ഹീറ്റർ, പ്രീ ഹീറ്റർ. ഓക്കെ, ഇതിന്റെ എല്ലാ പാർട്സും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം. നമുക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ട് എല്ലാം കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ബാക്ക് അടിച്ച് കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കീമാറ്റിക് അറേഞ്ച്മെന്റ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്, കോൾ ആൻഡ് ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റ് പറഞ്ഞായിരുന്നു, സ്റ്റീം ടർബൈൻ, ഫീഡ് വാട്ടർ, സ്റ്റീം ജനറേറ്റിംഗ് പ്ലാന്റ്, ഓൾട്ടർനേറ്റർ, കൂളിംഗ് അറേഞ്ച്മെന്റ്. ഇതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ സെൽഫ് വേർഡ്സിൽ തന്നെ, ഓൺ വേർഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അത്ര എളുപ്പമാണ്. ഇത് ഞാൻ വെറുതെ എഴുതിയെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. പക്ഷെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നത്, കാരണം സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫായിട്ട് എഴുതാൻ പറ്റും. ഈ ഡയഗ്രാം വരച്ച് നമുക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും, ഫുൾ മാർക്സ് വാങ്ങാം. ഓക്കെ, കോൾ ആൻഡ് ഹാൻഡ്ലിംഗ് അറേഞ്ച്മെന്റ്, സ്റ്റീം ജനറേറ്റിംഗ് പ്ലാന്റ്, ബോയിലർ. ഓക്കെ, പിന്നെ സ്റ്റീം ടർബൈൻ. ഓക്കെ, പിന്നെ ഓൾട്ടർനേറ്റർ ജനറേറ്റർ ആണ്, പിന്നെ കൂളിംഗ് അറേഞ്ച്മെന്റ്, കണ്ടൻസർ, പിന്നെ ഫീഡ് വാട്ടർ സിസ്റ്റം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ പാർട്സുകൾ. ഓക്കെ,
എഴുതിയെടുത്തോളൂ. പിന്നെ സെലക്ഷൻ ഓഫ് സൈറ്റ്, അതായത് നമ്മളിപ്പോൾ ഈ ഒരു തെർമൽ സ്റ്റീം പവർ പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. അപ്പൊ അവിടെ സൈറ്റ്, ഒരു സ്ഥലം വേണമല്ലോ, ഒരു വലിയ ഏരിയ വേണമല്ലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് സൈറ്റ് സെലക്ട് ചെയ്യണം. ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വാട്ടർ വേണം, ലോജിക്കലി പറയാലോ, വാട്ടർ വേണം, അവിടെ വെള്ളം വേണം. ഓക്കെ, പിന്നെ ഫ്യൂവൽ അവൈലബിലിറ്റി, ഫ്യൂവൽ ഇല്ലെങ്കിലും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയെങ്കിലും വേണം. ഇപ്പൊ ട്രെയിൻസ് വഴിയോ ട്രക്സ് വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കോൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അതായത് ഇവിടെ വലിയ വലിയ എക്യുപ്മെന്റ്സ്, ബോയിലർ, ഓൾട്ടർനേറ്റേഴ്സ്, ഇതിനൊക്കെ മെയിൻ്റെനൻസിന് വേണ്ടി, ഇത് കൊണ്ടുപോകാനും വരാനും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനൊരു പർപ്പസ് വേണം. പിന്നെ ലാൻഡ് അവൈലബിലിറ്റി, നമുക്ക് വലിയ ലാൻഡാണ് വേണ്ടത്, കുറെ ലാർജ് ആയിട്ട് ലാൻഡ് വേണം. അപ്പൊ അതിന് നമുക്ക് കോസ്റ്റ് എക്കണോമിക്കലായിരിക്കണം. ഓക്കെ, കുറച്ച് കോസ്റ്റിൽ നമുക്ക് കൂടുതൽ ലാൻഡ് കിട്ടണം, അത് നമ്മൾ നോക്കണം. പിന്നെ ലോഡ് സെന്റർ ഡിസ്റ്റൻസ്, ഇത് എവിടെയെങ്കിലും കൊണ്ട് ഏതെങ്കിലും കാടിന്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് അത്രയും ദൂരം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാതിരിക്കരുത്. കാരണം കുറച്ചൊക്കെ അടുത്തായിരിക്കണം, ലോഡ് സെന്റർ കുറച്ചൊക്കെ അടുത്തായിരിക്കണം, അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ലാൻഡ്, വാട്ടർ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഫ്യൂവൽ, ഇതൊക്കെയാണ് ഇതിന്റെ സെലക്ഷൻ ഓഫ് സൈറ്റ്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഇതാണ്. പിന്നെ നമുക്ക് കുറെ പവർ എന്ത് ചെയ്യാൻ, ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് അറിയാം, പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതെന്തായാലും ഈ ഒരു ഫിഗർ നിങ്ങൾ നന്നായിട്ട് വരയ്ക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.